മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്നാണ്. ഫലൈസ മിന്നി, എന്റെ സുന്നത്തിന് ആര് എന്റെ സുന്നത്തിൽ നിന്ന് അകന്നുപോയി അല്ലെങ്കിൽ അതിൽ നിന്ന് മുഖം തിരിഞ്ഞോ അവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ്. എന്നിൽ പെട്ടവനല്ല എന്നാണ്. അവൻ മുസ്ലിമാണെന്ന് പറയേണ്ടതില്ല അല്ലേ? മുസ്ലിം എന്ന് നിങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം മുസ്ലിം എന്ന് ഇവിടെ ഏതെങ്കിലും കമ്മീഷനോ നരേന്ദ്ര കമ്മീഷനോ മണ്ഡൽ കമ്മീഷനോ ഇവിടെ ഏതെങ്കിലും അംബേദ്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ കൂടികാണ്ട് ഞമ്മക്കിട്ട പേരല്ല മുസ്ലിം എന്നുള്ളത്. മുസ്ലിം എന്ന് നമുക്ക് പേരിട്ടത് പടച്ചോനാണ്. സൂറത്തു ഹജ്ജിന്റെ അവസാനത്തെ ആയത്തോതി നോക്കി, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയിരിക്കുന്നു. നീ പേരിട്ടത് പടച്ചോനാണ്. അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ളവൻ, വിധേയത്വമുള്ളവൻ, അനുസരണയുള്ളവൻ എന്ന പേര് നമുക്ക് നൽകിയത് അള്ളാഹുവാണ്. അതിലൊരു കുറ്റബോധവും ഒരു അപകർഷതാബോധവും തോന്നേണ്ടതില്ല. അതനുസരിക്കേണ്ടവനാണ് നമ്മൾ, അതനുസരിക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ് സഹോദരങ്ങളെ നമ്മൾ. അതുകൊണ്ട് നമ്മുടെ താടിയാകട്ടെ, നമ്മുടെ ഹിജാബാകട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു സ്ഥലത്തേക്ക് ചെന്നാൽ മുസ്ലിം നമ്മളെ പെരിയിന്ന് പോണ പെൺകുട്ടികൾ, നിങ്ങളെ പെരിയിന്ന് പോണ പെൺകുട്ടികൾ ഈ ചെറിയ കുപ്പായും പാൻറ്റും ഇട്ടുകാണ്ട് ആ ശരീരത്തിന്റെ ആകാര വടിവുകൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ, അതൊരു മുസ്ലിം സ്ത്രീയുടെ ഡ്രസ്സാണോ സഹോദരങ്ങളെ? അല്ലെ? ഒരു മുസ്ലിമാണെന്ന് പറയുന്ന ഒരാൾക്ക് തന്റെ മകൾക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു പാൻറ്റും അങ്ങനത്തെ ഒരു കുപ്പായും വാങ്ങിക്കൊടുക്കാൻ പറ്റുക? എന്നിട്ട് അതിന്റെ മേലെ നല്ലൊരു മഫ്തട്ട ഉസാറായി സ്വർഗത്തേക്കുള്ള കുട്ടിയായി അല്ലേ? ഒരു ജീൻസ് അല്ലെങ്കിൽ ഒരു പാൻറ്, എന്നിട്ട് നല്ലൊരു ഇറക്കുള്ള ചുരിദാറുമാരത്തെ ഒരു മേലപ്പൂടാണെങ്കിൽ തിരക്കിടില്ല, ഒരു പൊന്തിക്കണ ചെറിയൊരു കുപ്പായം, എന്നിട്ട് അതിന്റെ മേലെ ഒരു മഫ്തണ് കുത്തും. പിന്നെ ഇടക്കിടക്ക് ലിപ്സ്റ്റിക് ഇങ്ങനെ മാറ്റുക, ലിപ്സ്റ്റിക് ഇട്ട് വെക്കുക. സഹോദരങ്ങളെ, സൗന്ദര്യം വേണം. സൗന്ദര്യം ഉള്ള ഭംഗിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു മുസ്ലിം സ്ത്രീ എവിടെയാണ് ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്? ആ ഭംഗി കാണേണ്ട ആളുടെ മുമ്പിലാണ് ഒരു മുസ്ലിം സ്ത്രീ ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്. അവരുടെ ഭർത്താവിന്റെ അടുത്താണ്. ഭർത്താവിന്റെ അടുത്ത് എന്താ അവസ്ഥ? അത് അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി ആ മാക്സി ഇനി മാറ്റണോ എന്നാ ചോദിക്കുക. ഇനിയിപ്പോ ഇത് മാറ്റണോ? ലൂറിനാണ് പെണ്ണുങ്ങൾ മാക്സി മാറ്റുക കുളിച്ചുമ്പം. ഇനിയിപ്പോ അപ്പ മാറ്റിയാ പോരെ? എന്നിട്ടോ നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോയി നോക്കി, എങ്ങോട്ടേലും പോകണ്ടോ നോക്കി, മാറ്റിയാ തീരൂല. മാറ്റിയിൽ ഇറങ്ങിക്കിട്ടാൻ ഇടങ്ങറേക്കാരം. സഹോദരങ്ങളെ, നല്ല ഭയപ്പെടണം. ഇത് തമാശക്ക് പറയല്ല. കാരണം അണിഞ്ഞൊരുങ്ങേണ്ടത് അല്ലേ? പണ്ടൊന്നും നമ്മൾ ഒരു പെരയിലും പെണ്ണുങ്ങൾ സ്പ്രേ അടിച്ചാലോ സെന്റ് ഉപയോഗിക്കലില്ല. ഇന്ന് നിങ്ങൾ എല്ലാ ചെറിയ കുട്ടികളുടെ റൂമിലും പോയി നോക്കി, പെൺകുട്ടികൾ സ്പ്രേ അടിക്കും, അത്തർ ഉപയോഗിക്കും, ലിപ്സ്റ്റിക് ഉപയോഗിക്കും അല്ലേ? ലിപ്സ്റ്റിക് തന്നെ എന്താണ് സ്കിൻ കളറിലുണ്ട്, അതായത് നമ്മളെ ഉള്ള കളർ തന്നെ തിളക്കം കൂട്ടുന്നത്. അപ്പൊ കുട്ടികളെന്താ പറയണോ, സാറേ നമ്മള് ചോപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മളിപ്പോ എന്താ, ചില ആൾക്കാർ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ അതൊന്ന് തിളക്കും. അപ്പൊ അതേമാതിരി അതിന് തിളക്കം കൂട്ടണുള്ളൂ, ഉള്ള കളർ തന്നെ ഒന്ന് തിളക്കം കൂട്ടണുള്ളൂ. അതെന്താ തെറ്റുണ്ടോ സഹോദരൻ? ഇതൊക്കെ എന്തിനാണ് സഹോദരൻ? നമ്മളെ ചുണ്ട് തിളങ്ങി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? അത് നാലാള് കാണണം വിചാരിച്ചിട്ടല്ലേ? എന്റെ ചുണ്ട് ഇപ്പൊ എങ്ങനെങ്കിലും നിന്നോട്ട് വിചാരിച്ചപ്പോ എന്താ? നമ്മളെ ചുണ്ട് കാണേണ്ടവൻ, നമ്മളെ മുഖത്തെ സൗന്ദര്യം കാണേണ്ടവൻ ആരാണ്? അത് ഭർത്താവാണ്. വാ, ഈ സൗന്ദര്യം കാണേണ്ട ആളുടെ മുമ്പിലേ ഒരു സ്ത്രീക്ക് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. വസ്ത്രധാരണമാണെങ്കിൽ ഇസ്ലാമിന് ചില വസ്ത്രധാരണ മര്യാദകളുണ്ട് അല്ലെ? ഈ പാൻറ്റും കുപ്പായും അത് സ്ത്രീന്റെ വസ്ത്രമല്ല. അത് അത്ര പൂതിയാണ് പെരിയിട്ടോട്ടെ, പെരി പാൻറ്റും കുപ്പായിട്ട് നടന്നോട്ടെ, പൂജ്യം തീർത്തോട്ടെ. പക്ഷെ നാലാളെ മുന്നിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പം വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട അന്യപുരുഷന്റെ മുന്നിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ പോകുമ്പം ഈ വസ്ത്രം ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത് വലിയ തെറ്റന്നെയാണ്. ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയാണ് സഹോദരങ്ങളെ, അത് തെറ്റാണ്, അത് വലിയ കുറ്റമാണ്, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദര ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇതൊക്കെ ഇപ്പൊ തീരും. നിങ്ങൾ ഈ പളവളപ്പും ഇതൊക്കെ സഹോദരങ്ങളെ കുറച്ച് കാലുള്ളൂ അല്ലേ? കുറച്ച് ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളത്? ഒരു 15 വയസ്സ് തുടങ്ങി ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് നിലനിർത്താൻ വേണ്ടി പാടുപെടേണ്ടി വരും. എങ്ങനെ പാടുപെട്ടാലും ഇപ്പൊ ചില സ്ത്രീകളൊക്കെ ഒപ്പിക്ക് വരുമ്പം തോന്നും, അങ്ങനെ എന്താ ഫേസ്ക്ക് ക്രീമൊക്കെ അങ്ങനെ ഇട്ടിട്ട്
ആകെ എന്താ വെച്ചാൽ ആ ശരീരത്തിന്റെ ചുളിവൊക്കെ വന്നത് എങ്ങനെ കാണാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതൊക്കെ എത്ര കാലം ചെയ്യാൻ പറ്റും? ഇപ്പൊ എന്തൊക്കെയോ പരിപാടികളുണ്ട്, ഇതിനുള്ളിൽ ഫാറ്റ് കുത്തി വെച്ചിട്ട് ഈ ചുളിവൊക്കെ പോക്കണ പരിപാടി ഉണ്ട്. മുഖത്തെ ചുളിവ് വരുമല്ലോ നമുക്ക് വയസ്സാവുമ്പം, ആ ചുളിവൊക്കെ പോക്കാനുള്ള ചികിത്സകളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. എന്നാലും എത്ര പോകാൻ പറ്റും? മാക്സിമം ഒരു 100ന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുമോ? അല്ലേ? എന്നാ തന്നെ ഇങ്ങനെ ഓരോ ട്രെൻഡ് മാറി മാറി വരും. അല്ലേ? പണ്ട് നല്ലോണുള്ള മുടിയായിരുന്നു പണ്ടത്തെ സ്റ്റൈല്. ഇപ്പൊ മുടി മുറിച്ചലും. അല്ലേ? ഒരു തത്തമ്മ പറഞ്ഞ ഒരു കുട്ടി ഞങ്ങളെ സ്ഥാപനത്തിൽ തത്തമ്മ വിളിച്ചൊരു കുട്ടിയുണ്ട്. അപ്പൊ എന്താ ഇവിടെ തത്തമ്മ വിളിച്ചു വെച്ചപ്പം ചുവന്ന ചുണ്ടും പച്ച മുടി, ചുണ്ട് നല്ല കൂടെ ചോപ്പിച്ചിക്കണ്, മുടി നല്ല പച്ച കളറാണ്. അപ്പൊ എല്ലാരും പോലെ തത്തമ്മ എന്നാ വിളിച്ചത്. ഇത് ഞാൻ ട്രെൻഡാണ്. ഇത് നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, ഇതാണ് പുറത്തെ അവസ്ഥ. മുടിക്ക് കളറടിച്ച് ഓരോ കളർ, ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, ഇതൊക്കെ മുടിന്റെ കളറാണിപ്പോ. അത് മുറിച്ച് എന്നിട്ട് ബ്യൂട്ടി പാർലർ പോയിട്ട് അതിങ്ങനെ ഇടക്കിടക്ക് കളർ മാറ്റി. ഇതൊന്നും ഞാൻ എതിരാണ്. ഞാൻ ഒതുവിന്റെയും കുളിന്റെയും വെള്ളം ചേരുണ്ടെങ്കിൽ നിങ്ങൾ ചോപ്പോ പച്ചേ കുങ്കുമോ സ്വർണ്ണോ എന്തും അടിച്ചോളി. പക്ഷേ അത് കാണോണ്ടവരെ കാണാൻ പാടുള്ളൂ. അത് കാണാൻ അനുവദിക്കപ്പെട്ടവർക്കേ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല സഹോദരങ്ങളെ. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ അറിയോ, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. നിങ്ങൾ അനച്ചു നോക്കി, ഒരു അസുഖം വന്ന് ഒരു വയറുവേദന, എത്ര ആൾ കാലിൽ വേദന വന്നു, അല്ലേ? നോക്കുമ്പോൾ എന്താ ക്യാൻസറാണ്, അല്ലേ? അങ്ങെത്തിരി ഞങ്ങൾ അധിക കാലം ജീവിക്കൂല എന്ന് പറയുമ്പം നമ്മൾ ഇതൊക്കെ തിരിച്ചറിയും സഹോദരങ്ങളെ. ഈ ജീവിതത്തിന്റെ പളപളപ്പ് അവസാനിക്കുന്ന ഒരു നിമിഷം, അല്ലേ? ഈ ജീവിതം അവസാനിക്കുന്ന, നമ്മളിലേക്ക് ചുരുങ്ങുന്ന ജീവിതത്തിന്റെ എല്ലാ വൈബുകളും അവസാനിക്കുന്ന, നമ്മളിലേക്ക് ചുരുങ്ങുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മൾ വരും. മരിക്കുന്നതിന് മുമ്പ് എല്ലാവരും വരും സഹോദരങ്ങളെ. ജീവിതം അവസാനിക്കാൻ പോകുകയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചുമരിലേക്ക് ചെരിഞ്ഞ് ചാരിങ്ങനെ കരയാണ്, വിങ്ങി കരയാണ്. അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കാണ്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ആണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കൾ ചോദിക്കണം, വാപ്പാ നിങ്ങള് എന്തിനാണ് ഇങ്ങനെ കരയണ്? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട, റസൂലിന്റെ കൂടെ യുദ്ധം ചെയ്ത നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണ്? എന്റെ ജീവിതത്തിൽ എനിക്ക് 3 ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രവാചകനെതിരെ ഞാൻ യുദ്ധം ചെയ്തൊരു ഘട്ടം ഉണ്ടായിരുന്നു, കാഫിറായ ഒരു ഘട്ടം. അന്നെങ്ങാനും ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നരകത്തിലാകുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ എൻ്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒട്ടേറെ യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നെങ്ങാനും ഞാൻ ഷഹീദായിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു. പക്ഷേ ആ പ്രവാചകന് ശേഷം വലിയൊരു കാലഘട്ടം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് എന്റെ കാര്യം എന്താകും എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചുമരിലേക്ക് നോക്കി മരണശയ്യയിൽ കിടന്ന് വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ഉണ്ട്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ എല്ലാവരും ഉണ്ട്, അല്ലേ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുത്തേറ്റുകൊണ്ട് ഇങ്ങനെ കിടക്കാണ്, നിലത്ത് കിടക്കാണ്. നമുക്കറിയാം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം 2ാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് എങ്ങനെയാണ്? മസ്ജിദുൻ നബവിയിൽ സുബൈക്ക് ഇമാമ് നിൽക്കുമ്പം പുറത്തുനിന്ന് വന്ന് ഇരുട്ടത്ത് കുത്തി അദ്ദേഹത്തെ കൊല്ലുകയാണ്. വയറിന് കുത്തേറ്റു, അദ്ദേഹത്തെ ഇങ്ങനെ കടത്തിയേക്കാണ്. നമ്മള് മനസ്സിലാക്കിയത് ഉമർലാന് മാത്രം മരിച്ചെന്നല്ല, ആ നിസ്കാരത്തിൽ പങ്കെടുത്ത 7ഓ 12ഓ ആളുകളെ അയാൾ കുത്തിക്കൊന്നിട്ടുണ്ട്. അതിലൊരാൾ മാത്രമാണ് ഉമർലാവിന് കുത്തേറ്റ് ഇങ്ങനെ കിടക്കാണ്. അപ്പൊ എന്താണ്, അന്ന് വൈദ്യന്മാരും അന്ന് ദേവന്മാരത്തെ ആസ്പത്രിയും ആംബുലൻസ് ഒന്നുമില്ല, പള്ളക്ക് കുത്തേറ്റ് കിടക്കാണ്. അന്ന് ചികിത്സിക്കാൻ വൈദ്യര് വന്നു. ആ ഭാഗത്ത് ചികിത്സിക്കുന്ന വൈദ്യരെ കൊണ്ടുവന്നു. അങ്ങനെ വൈദ്യര് വെള്ളം കുടിപ്പിച്ചു ഉമറുല്ലാഹിനെ. അങ്ങനെ കുടിച്ച വെള്ളം പള്ളയിലൂടെ അങ്ങനെ പുറത്തേക്ക്, മുറിവിലൂടെ പുറത്തു വന്നു. ആലോചിച്ച് നോക്കി, കുടിച്ച വെള്ളം ഈ കുത്തിയെടുത്തുകൂടെ അങ്ങനെ പുറത്തേക്ക്, പള്ളാനുള്ളൊന്ന് പുറത്തേക്ക് വരിക. അപ്പൊ വൈദ്യര് പറഞ്ഞു, കുടലും ആമാശയൊക്കെ മുറിഞ്ഞുകിണ്, വെള്ളം എന്താ പുറത്തേക്ക് വരികയാണ്, ഇനി ബാക്കിയാവൂല, മരണം ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ മുർലാവൻ ഇങ്ങനെ കിടന്നിട്ട് ഓരോരുത്തരെ വിളിച്ചാണ്, മക്കളെ വസിയത്ത് കൊടുക്കുകയാണ്. എല്ലാ വസിയത്തും മരണം ഉറപ്പായി കിടക്കുമ്പം അപ്പൊ നിലത്ത് ഇങ്ങനെ കിടക്കാം, മണ്ണിലാണ് തല.
മകൻ അബ്ദുല്ലാഹിബ്നു ഉമറിന് ഭയങ്കര സങ്കടം ഉണ്ടായി. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഉണ്ട് അവിടെ, അബ്ദുല്ലാഹിബ്നു ഉമർ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോ വാപ്പാന്റെ തല ഒന്ന് മടിക്ക് വെച്ചെടുക്കാൻ വേണ്ടി മണ്ണിന്ന് കിടക്കേണ്ട ഒരു ഇടങ്ങേറ്, ഖലീഫന്റെ തല ഇങ്ങനെ മണ്ണ് കിടക്കണപ്പോ ഒരു ഇടങ്ങേറ്, മണ്ണിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പം ഉമർ പറയാണ് അവിടെ കിടന്നോട്ടെ, മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ്, മണ്ണിൽ തന്നെ കിടക്കട്ടെ എന്നാണ്. കരയാണ്. അപ്പോ ഇബ്നു അബ്ബാസ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉമറും ഫിൽ ജന്ന എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച്, ആരാ പറയണത്? ഇബ്നു അബ്ബാസാ പറയണത്. ഉമർ സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ റസൂലിന്റെ നാവിൻ തുമ്പത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ അള്ളാഹുവിനോ, നിങ്ങൾ എന്തിനാണ് പിന്നെ കരയണെന്നാണ്. അങ്ങനത്തെ ഉമറാണ് ഈ കിടക്കണ കുത്തേറ്റിട്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയണമെന്ന് ചോദിച്ചത്. സഹോദരങ്ങളെ, ആ ഉമർ അള്ളാഹുവിന് പറഞ്ഞ മറുപടി തന്നെയാണ് അല്ലേ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഉമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ കാലത്ത് ഉമർ മരിച്ചിരുന്നെങ്കിൽ ഉമർ സ്വർഗത്തിലായിരിക്കും. പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് അമാനത്തുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിലെനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളും രക്ഷപ്പെടൂല അല്ലെ. ഈ ഖബറിലേക്ക് വെച്ചാൽ ഖബറിനൊരു ഇടുക്കമുണ്ട് എന്നാണ്. ഖബറൊന്നും കൊണ്ട് കൂട്ടി എല്ലാവരും ഒന്ന് ഇടുക്കുന്നതാണ്. അതിൽ നിന്ന് ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ, അതിൽ നിന്ന് ഒരു സഹാബി രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി അതിൽ നിന്ന് മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കല്ല മിസ്അബിനു ഉമൈർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും, എല്ലാ ആളുകളും മരിക്കുന്നതിന് മുമ്പ് ഈ ഒരവസ്ഥയിലേക്ക് എത്തും. മരണം സുനിശ്ചിതമായ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളൊക്കെ എത്തും. അന്ന് നമുക്ക് മനസ്സിലാകും സഹോദരങ്ങളെ, സത്യമെന്താണ്, ഹക്കെന്താണ് എന്ന് അല്ലേ. ഈ ഓക്സ്ഫോർഡ് നടത്തിയ ഒരു വലിയ പഠനമുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പഠനം. അതായത് ഓക്സ്ഫോർഡിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം അലിഗഡ് പോയപ്പം അവിടെ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, അലിഗഡിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യും, ആ പഠിത്തം കഴിഞ്ഞ് അവിടെ തന്നെ റിസർച്ച് ചെയ്യും, എന്നിട്ട് അവിടെ തന്നെ ജോലി കയറും, എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ തന്നെ പ്രൊഫസറായിട്ട് പിന്നെ റിട്ടയർ ആയിട്ട്, കാരണം കുറേ കാലം നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇനി നാട്ടിൽ പോയാലൊരു നിലയും ബലി ഉണ്ടാവില്ല വിചാരിച്ചിട്ട് അവിടെ തന്നെ താമസിക്കും, എന്നിട്ട് അവിടെ തന്നെ മരിക്കും. അവിടുത്തെ ഖബറിൽ തന്നെ എന്ത് ചെയ്യും, ഖബർസ്ഥാനിൽ തന്നെ കുഴിച്ചിടും. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ മറമാടിയ ഖബർസ്ഥാനാണ് ഓക്സ്ഫോർഡിന്റെ ഖബർസ്ഥാൻ. ഞാൻ മുസ്ലിങ്ങളുടെ അർത്ഥത്തിലല്ല, അവിടേക്ക് പഠിക്കാൻ വേണ്ടി വന്ന് പിന്നെ അവിടെ പഠിച്ചും അവിടെ റിസർച്ച് നടത്തി പിന്നെ അവിടെ പ്രൊഫസർമാരായിട്ട് പിന്നെ അവിടെ തന്നെ മരിച്ച് അവിടുത്തെ സെമിത്തേരികളിൽ മറവടക്കിയ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ലോകത്തിലൊരു സ്ഥലമാണ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നടത്തിയ ഒരു പഠനമുണ്ട്. ജീവിതത്തിൽ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണ്, ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ മരിക്കുന്നത് ആരാണെന്നാണ് പഠനം. മരിക്കാൻ നേരത്ത് പോയി ചോദിക്കുക, നിങ്ങൾക്ക് മരണത്തിൽ ഇപ്പം എന്തെങ്കിലും പ്രയാസമുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ അലട്ടുന്നുണ്ടോ മരണത്തിന്. അപ്പം ഏറ്റവും കൂടുതൽ ആളുകളെ മരണത്തിന്റെ സമയത്ത് അലട്ടുന്ന കാര്യം എന്താ ചോദിച്ചാൽ, ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആളുകൾ അല്ലേ. ഒരിക്കലും മരിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ, ഞാനൊരു ബെൻസ് കാറ് വാങ്ങിയില്ലല്ലോ എന്ന് മരിക്കാൻ നേരത്ത് ആർക്കും വിഷമം ഉണ്ടാവില്ല. പക്ഷെ മരിക്കാൻ നേരത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഉമ്മാനോട് മുണ്ടിയില്ലല്ലോ അല്ലേ, ഉമ്മാനോട് 6, 7, 8 കൊല്ലമായിട്ട് നമ്മളെ നാട്ടിൽ കുഴപ്പം തരങ്ങൾ. നമ്മളെ നാട്ടിൽ ഒരു പെരീക്കാണ് കെട്ടിക്കൊണ്ടുവരാം. മൂത്ത മകൻ ആദ്യം കെട്ടിക്കൊണ്ടുവരും, പിന്നെ രണ്ടാമത്തെ മകൻ കെട്ടിക്കൊണ്ടുവരും, പിന്നെ അവിടെ തല്ലും പൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ മൂത്ത മകൻ പോവും, രണ്ടാമത്തവും പോകും. അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊരു ട്രെൻഡ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടിയത്. ഒരു കുടുംബത്തിൽ ഒരാളെ പാടുള്ളൂ, ഒരു കുടുംബനാഥനെ പാടുള്ളൂ. എൻ്റെ പെണ്ണുങ്ങളെ കുടുംബനാഥൻ ഞാനാണ്. എൻ്റെ ബാപ്പല്ല. എൻ്റെ ബാപ്പോളെ ഭരിക്കാൻ വരാൻ പാടില്ല, ഞാനാണ് ഓളെ ഭരിക്കേണ്ടത്. എൻ്റെ ബാപ്പ ഭരിക്കുന്നത് പലപ്പോഴും ഒരു പെണ്ണിന് ഇഷ്ടപ്പെടൂല. അത് എല്ലാവരും സ്വഭാവമാണ്. ഞാൻ ഭരിക്കണത് എനിക്ക് അധികാരമുള്ളതുകൊണ്ടാണ്. എൻ്റെ ബാപ്പാക്ക് എന്ത് അധികാരമുള്ളതെന്നാ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണം, നമ്മളായിട്ട് പിരിച്ചു കൊണ്ടുപോകണം. വരുമ്പം തന്നെ നോക്കാം, കല്യാണമൊക്കെ കഴിക്കണ ശരി, ഇവിടെ 1-2 കൊല്ലം നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ബാപ്പാൻ്റെ കുട്ടി അപ്പുറത്ത് 5 സെന്റ് സ്ഥലം തരും, അവിടെ ഒരു പെരണ്ടാക്കുക, പെര കയറ്റാൻ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ തരും കേട്ടോ, എന്നാലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് ബാപ്പ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം.
പിന്നെ എന്താ പറയുക 5ഉം 10ഉം കൊല്ലം എടങ്ങാറായി തമ്മ് തച്ച് ആകെ പിരിഞ്ഞ് പിന്നെ അവിടുന്ന് പോയാൽ പിന്നെ മുണ്ടൂല, പിന്നെ ഫോൺ വിളിച്ചൂല, മുണ്ടൂല, വരൂല, പോകൂല. ഇത് ഇത്രയും കാലം ഉണ്ടായ കുശുമ്പോണ്ട് വന്നതാണത്. അതിന് മുജാഹിദ് എല്ലാവരും കണക്കന്നെ, എല്ലാ കുടുംബത്തിലും ഉണ്ട്. അത് എങ്ങനെ എത്ര വലിയ ഒരു അമ്മായിമ്മന്റെ കുപ്പായം മരുവോളെ കുപ്പായം ഇട്ടോ എന്നാ കഴിഞ്ഞ്. എത്ര ദീനുള്ളവരാൾക്കും വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മളെന്തോ നമ്മൾ തെറ്റി നിൽക്കുന്ന, ഞാൻ പറഞ്ഞ മരിക്കാൻ നേരത്ത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ലോകത്ത് നടത്തിയ പഠനത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയണത്. ചെയ്യാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതെ പോയ ആൾക്കാർ അല്ലേ, അമ്മായിമാനോട് അമ്മോശനോടൊക്കെ തെറ്റിപ്പോയി വരിന്ന് ഇറങ്ങിപ്പോയവരുണ്ടാവും. പക്ഷെ പിന്നെ ഫോൺ വിളിച്ചെടുക്കൂല, മുണ്ടൂല. സഹോദരങ്ങളെ, ഒക്കെ നമ്മൾ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എന്താ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മരിച്ചു പോകൂലേ? എല്ലാവരും മരിച്ചു പോകും, ഇവിടെ ആരും ബാക്കിയാവൂല. നമ്മളെ പരസ്പരമുള്ള ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ മേല് ആ മണ്ണിടുന്നത് വരെ ഉണ്ടാവുള്ളൂ, ഈ അഹങ്കാരമൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറാം. നമ്മൾ അങ്ങോട്ട് വിളിച്ച്, നമ്മൾ തെറ്റി നിൽക്കുകയാണോ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്മൾ സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അവസാനിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്യാതെ പോയാൽ മരിക്കണ നേരത്ത് നല്ല സങ്കടം ഉണ്ടാവും, നല്ല സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് ഭാര്യമാരുമായിട്ടാണെങ്കിലും മക്കളുമായിട്ടാണെങ്കിലും ഏട്ടനായിട്ടാണെങ്കിലും അഞ്ചനായിട്ടാണെങ്കിലും അളിയനായിട്ടാണെങ്കിലും എളാപ്പ മൂത്താപ്പാരായിട്ട് അമ്മോമാരായിട്ട് അമ്മോശനായിട്ടാണെങ്കിലും സഹോദരനൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെട്ട് നല്ലൊരവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ. എപ്പോഴാണ് മരണം, ഏത് രൂപത്തിലാണ് മരണം വരിക എന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് മരണം വരുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ നല്ല സമാധാനത്തോടു കൂടി, നേരത്തെ പറഞ്ഞില്ലേ മലക്കുകൾ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്ന സുമ്മല്ലദീന ഖാലു ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങൾ ആലോചിച്ച്, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട. അല്ലേ, പേടിയും ദുഃഖും നമ്മൾ എപ്പോഴും പരിശോധിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ ഒരു ഇസ്സത്ത് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു തണല് ഈ ദുനിയാവിൽ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ പേടിക്കേണ്ട, രണ്ട്, നിങ്ങൾ ദുഃഖിക്കേണ്ട. വലാ തഖാഫു വലാ തഹ്സനു, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട. ഈ പേടി എന്തിനെ കുറിച്ചാണ്? പേടി എപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും, പേടി വരാനുള്ളതിനെ കുറിച്ചാണ് പേടി ഉണ്ടാകുക. അല്ലേ, എന്റെ കുട്ടിയാൾക്ക് അസുഖം വരുമോ, എന്റെ ജോലി നഷ്ടപ്പെടുമോ, എന്റെ വണ്ടി കുത്തുവോ, അല്ലേ, എന്റെ കുട്ടി പരീക്ഷയിൽ തോൽക്കുവോ, ഇതിനെ കുറിച്ചാണ് പേടി ഉണ്ടാകുക. അല്ലേ, ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അറിയാം, ഇരുട്ടത്ത് പോകുമ്പോൾ പാമ്പ് കടിച്ചോ എന്ന് പേടിണ്ടാവും. എന്നാൽ ദുഃഖം എപ്പോഴാണ് ഉണ്ടാകുക? ദുഃഖം കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ഉണ്ടാകുക, കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് ദുഃഖം ഉണ്ടാകുക. ആ പരീക്ഷയിൽ തോറ്റു, ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാമായിരുന്നു. അല്ലേ, ഭാര്യനെ ചീത്ത പറഞ്ഞു, കുട്ടിനെ തച്ചു, തല്ലണ്ടില്ലേന്നു, ഞാൻ ആ ദേഷ്യത്തിലാണ് തച്ചതാണ്. അല്ലെ, അത്രയൊന്നും തല്ലാൻ മാത്രമൊന്നും കുട്ടി ചെയ്തിട്ടില്ല. കുട്ടിനോട് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാകും, ഞാൻ എന്റെ ദേഷ്യം തീർത്തോ. അല്ലെ, കുട്ടിനെ അടിക്കുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്ത്, നമ്മൾ ദേഷ്യം തീർക്കുകയാണ് ചെയ്തത്. അല്ലാതെ കുട്ടി നന്നാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ദേഷ്യം വരുന്ന നേരത്തെ നമ്മൾ തല്ലരുത്. അല്ലേ, നമ്മളെല്ലാം സെറ്റിലായതിനു ശേഷം രാത്രി ഓനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാ, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പിന്നെയും ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ തല്ലണം. ആ തല്ലുകയാണെങ്കിൽ തന്നെ ആ ദേഷ്യമുള്ള നേരത്ത്, ആ ഈറടിച്ചിക്കണ നേരത്ത് പോയി തല്ലരുത്. അപ്പൊ നമ്മൾ ക്ഷമിച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ തല്ലിന് അത്ര ദമ്മുണ്ടാവില്ല, തല്ലിന് അത്ര അക്രമ സ്വഭാവം ഉണ്ടാവില്ല. മറ്റെന്തരോ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ശത്രു തുപ്പാണ്, വാളിങ്ങട് ഇങ്ങനെ പൊന്തിച്ച് കഴുത്ത് വെട്ടാൻ നിൽക്കുമ്പോൾ തുപ്പാണ്, മുഖത്തേക്കാണ് തുപ്പി. ആ വാളിന് താത്തി എന്താ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്താ അറിയല്, അപ്പോഴെങ്ങാനും ഞാൻ വെട്ടിയാല് ആ തുപ്പിയിലുള്ള ഈറിയും കൂടിയും ആ വെട്ടലുണ്ടാവുന്നതാണ്. എന്റെ നിയ്യത്ത് മാറിപ്പോവും, ഇഖ്ലാസ് മാറിപ്പോവും. ചെയ്യുന്ന കർമ്മങ്ങളിലെ ഇഖ്ലാസാണ് അള്ളാഹു നോക്കുക. ഇഖ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല. എന്താണ്? അള്ളാഹ്ക്കും വേണ്ടിയുള്ള യുദ്ധാണ്. അതിന്റെ മുഖത്തേക്ക് തുപ്പിയതുള്ളൊരു ഈറ ആ വെട്ടലിൽ വന്നാല് സഹോദരങ്ങളെ അതിന്റെ കൂലി പോയി, അതിന്റെ നിയ്യത്ത് മാറി. അല്ലേ, അതുകൊണ്ട് വെട്ടിയില്ലാന്നാണ്. അത്രയും സൂക്ഷ്മതയുള്ളവരായിരുന്നു സഹാബത്ത്. അതുകൊണ്ട് നമ്മൾ ഈറടിച്ചിക്കണ നേരത്തെ എന്ത് ചെയ്യരുത്,
ചെയ്യരുത്, കുട്ടികളെ തല്ലരുത്. ആ ഈറും കൂടി ആ തല്ലലുണ്ടാവും. അവര് എന്തിനാപ്പം നമ്മളിപ്പോഴും ആലോചിക്കേണ്ടത്, എന്തിനാപ്പം നമ്മൾ തല്ലണത്? ഒരു മാറാനാണ്. അങ്ങനെയാണെങ്കിൽ തല്ലിനേക്കാൾ എത്രയോ വേറെ മാർഗങ്ങൾ, മാറാൻ അതിനേക്കാൾ നല്ല മാർഗങ്ങളുണ്ട്. അതാണ് ഒരാൾ സ്വീകരിക്കേണ്ടത്. ഇനി അതല്ല, ഒരു തല്ലി നമുക്ക് കൊടുക്കണം, ഒന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണെങ്കിൽ അത് ഈറടിച്ചിരിക്കണ നേരത്തെ എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്. ആ ഈറ മാറുമ്പോൾ നമ്മൾ ചെയ്താൽ നമുക്ക് ചിലപ്പം തല്ലാൻ തോന്നൂല. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തണൽ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വാസികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത് ഈ ഒരു വിശ്വാസമാണ്. ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ഈ ഒരു നിർഭയത്വം. അല്ലേ, നിങ്ങൾ ദുഃഖിക്കേണ്ട, ഇനി കഴിഞ്ഞ കാര്യത്തെ പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട. അല്ലേ, അതെപ്പോഴിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, നബി പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ച്, നബി കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് കുറച്ചു കാലം പിന്നെ വഹിയൊന്നുമില്ല. ആൾക്കാർ കളിയാക്കുക, എവിടെ നബിയെ, എന്റെ മലക്കൊക്കെ പോയോ, എന്റെ വഹിയൊക്കെ പോയോ എന്ന് നബിനെ കളിയാക്കാൻ തുടങ്ങി. 6 മാസമായി വഹി വന്നിട്ട് നബിക്ക് വിഷമായി, ആൾക്കാർ കളിയാക്കാണ്. നബിക്ക് തന്നെ തോന്നി ഞാൻ നബി അല്ലേന്ന്. കാരണം നബിയാണെന്ന് പറഞ്ഞു, വഹി വന്നു. അല്ലേ, വഹി വന്നങ്ങൾ നോക്കിണ്ടോ? വഹി വന്നെന്താ, ഒരു ഗുഹയിലിരിക്കുമ്പോ ബാക്കിൽ ഒരാൾ അണഞ്ഞൂട്ടി പിടിച്ച് ബെരുത്താക്കി, ഇക്ര എന്നിട്ട് നെഞ്ചുകെട്ടി പിടിച്ച് ചതച്ചക്കാണ്. ഇക്ര എന്നിട്ട് പനിച്ചു പോയി കടന്നക്കാണ്. എന്നിട്ട് ഒരാള് വറഖത്ത് ഇബ്നു നൗഫൽ വന്നിട്ടാണ് പറയണത്, അത് ജിബ്രീലാണ്, അത് ബൈബിള് പഴയ നിയമത്തില് മൂസന്റെ അടുത്തേക്ക് വന്ന നബിയാണ്, അല്ല മലക്കാണ് വന്നത്, ഇത് ജിബ്രീലാണ്, ഇത് നബിയാണ് എന്ന് ആരാ പറഞ്ഞത്? വറഖത്ത് ഇബ്നു നൗഫലാ പറഞ്ഞത്. ആകാശത്തെ എഴുതി കാണിച്ചേക്കല്ല മുഹമ്മദ് നബിയാണെന്ന്. അങ്ങനെ നബിയാണ് തോന്നി, അങ്ങനെ നബിയാണെന്ന് പറഞ്ഞു, വഹി കിട്ടി. പിന്നെ വഹിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ വഹിയില്ല. എല്ലാവരും കളിയാക്കുക, നബിക്ക് തന്നെ തോന്നി ഞാൻ നബിയല്ലേ എന്ന്. അപ്പോഴാണ് വളുഹ ഇറങ്ങണത്. ഇപ്പോഴും നിങ്ങൾ ആ സൂറത്ത് ഓതി നോക്കി, ഒരു ഇടങ്ങേറുള്ള നേരത്തെ ആ സൂറത്ത് ഓതി നോക്കി. എന്താണ് നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്റെ റബ്ബ് നിന്നെ വെറുത്തിട്ടില്ല നബിയെ. നിനക്ക് വന്നതിനേക്കാൾ ഉത്തമം വരാനുള്ളതാണ്. നിന്റെ റബ്ബ് നിനക്ക് നൽകും, അപ്പൊ എനിക്ക് തൃപ്തിയാകും എന്നൊക്കെ ളുഹ സൂറത്താണ്. അപ്പൊ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ പ്രയാസങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദീൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്വം എന്നത്, ഒരു തണൽ എന്നത് സത്യത്തിൽ ഈ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അല്ലേ, എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇതൊക്കെ എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ റബ്ബ് തന്നെയാണ് എനിക്ക് നൽകിയത്. ഇപ്പൊ എൻ്റെ കുട്ടി മരിച്ചു, അല്ലേ, എൻ്റെ കുട്ടി മരിച്ചു. ഒരു കുട്ടി മരിക്കുമ്പോൾ ഒരു കുട്ടി നമ്മള് ഒരു ബാപ്പ ജീവിച്ചിരിക്കുമ്പം ഒരു കുട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ്. അല്ലേ, എൻ്റെ വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കുമ്പം എനിക്ക് എത്ര സങ്കടമുണ്ട്, അതിനേക്കാളേറെ സങ്കടം ഉണ്ടാവും എൻ്റെ മകന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല എൻ്റെ മകന്റെ മയ്യത്ത് നിസ്കരിക്കണമെന്ന്. എൻ്റെ മകൻ എൻ്റെ മയ്യത്ത് നിസ്കരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ മകന്റെ മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറയുമ്പം അത് വല്ലാത്ത വിഷമമുള്ള ഒരവസ്ഥയാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമ്പം, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം, മക്കൾ മരിച്ചു പോകുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകുന്ന ഹദീസുകളുണ്ട്. എന്താണ്, വല്ലാത്ത വിഷമത്തിലും നമുക്ക് നിലനിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ അള്ളാഹു നൽകിയ വഹിയുണ്ട്. എന്ത്, സ്വർഗമുണ്ട് എന്നുള്ള, സ്വർഗം കിട്ടും, ക്ഷമിച്ചാൽ സ്വർഗം കിട്ടും എന്നുള്ളത്. അല്ലേ, മലക്കിനോട് ചോദിക്കും, എന്താണ് എൻ്റെ അടിമയുടെ കരളിന്റെ കഷ്ണമാണല്ലോ മലക്കെ നീ പറിച്ചെടുത്തത്, എൻ്റെ അടിമ എന്താണ് പ്രതികരിച്ചത് എന്ന് മലക്കിനോട് ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നതാണ്. അപ്പൊ മലക്ക് പറയും, നിന്റെ അടിമ പറഞ്ഞു അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ അടിമ എന്താണോ, മകന്റെ മരണവാർത്ത കേട്ടു. അല്ലെ, മകൻ ആക്സിഡന്റ് ആയി ഗൾഫിൽ മരിച്ചുകണ് എന്നുള്ള ന്യൂസ് കേട്ടപ്പം ആ വാപ്പ എന്താ പറഞ്ഞറിയോ, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ആ വാപ്പ പറഞ്ഞത് എന്ന് മലക്ക് പടച്ചവനോട് പറയുന്നത്.
പറയുന്ന. അപ്പൊ പടച്ചോൻ പറയും സമ്മാ ബൈത്ത്, എന്താണ് ബനാ ബൈത്തൽ ഹംദ്, സമ്മാ ബൈത്തൽ ഹംദ്, ഒരു വീടുണ്ടാക്കാൻ പറയും. എന്നിട്ടോ ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടാൻ പറയും. സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടാണ് കൊടുക്കാൻ പറയും. ആര്? പടച്ചോൻ ആ മലക്കിനോട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കാൻ പോണ് അല്ലേ? ഒരു മക്കള് മരിക്കുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കാനിരിക്കുന്ന അളവറ്റ അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് ഒരു ഗ്രന്ഥം എഴുതാണ് ഒരു പണ്ഡിതൻ, താബിവര്യനായ ഒരു പണ്ഡിതൻ അതിന്റെ ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പ്രതിഫലം എൻ്റെ ഹദീസിൽ വന്നത്. അത് എഴുതി അവസാനം അദ്ദേഹം പറയാണ്, 12 എത്രയോ മക്കളുണ്ട്, എൻ്റെ ഒരു മകൻ പോലും മരിച്ചില്ലല്ലോ എന്നുള്ളത്. ഇത്രയും പ്രതിഫലം ഇതൊക്കെ കിട്ടാൻ ഒരു കുട്ടി പോലും എനിക്ക് മരിച്ചില്ലല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെട്ടു എന്ന് ആ ഗ്രന്ഥം എഴുതുമ്പം അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്രയും പ്രതിഫലമാണ് മക്കൾ മരിച്ചാൽ മാതാപിതാക്കൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊന്നൊരു നഷ്ടമല്ല. ഇനിയിപ്പോ സഹോദരങ്ങളെ, മക്കൾ മരിച്ചില്ല വിചാരിച്ചോളി, ഇതൊക്കെ കുറച്ചല്ലേ, ഒരു 60-70 കൊല്ലല്ലേ ഇനി ജീവിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഓര് മരിക്കും, അതിന്റെ മുമ്പ് നമ്മൾ മരിക്കും, എല്ലാവരും ഇവിടുന്ന് പോകും, ആരും ഇവിടെ ബാക്കിയാവില്ല. അതുകൊണ്ട് ഈ മരണത്തിന് ശേഷമുള്ള ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം. അതിലേക്കുള്ളൊരു വിളവെടുപ്പ് മാത്രമാണ് ഇഹലോക ജീവിതം എന്ന ജീവിതത്തിന്റെ ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ആർക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ സഹോദരങ്ങളെ, അവർക്കാണ് ഈ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. ഈ ജീവിതത്തിൽ സ്വർഗത്തെ കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലേ? ദുനിയാവിലൊരു സ്വർഗമുണ്ട് അല്ലേ? അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് പോയ വ്യക്തിക്ക് അള്ളാഹു എന്ത് ചെയ്യും? അവർക്ക് നാം നല്ല ഒരു ജീവിതം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്. ആ ജീവിതം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മാത്രല്ല, അത് ദുനിയാവിലുണ്ട്. ആ ഹയാത്തൻ ത്വയ്യിബത്ത് എന്താണ്? അത് ഇവിടെ അല്ലലും പിരിയില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഇവിടെ പട്ടിണി ഇല്ല എന്നാണോ? ഇവിടെ സങ്കടം ഇല്ല എന്നാണോ? ഇവിടെ ദുഃഖമില്ല എന്നാണോ? ഇവിടെ പ്രയാസം ഉണ്ടാവില്ല എന്നാണോ? ഇവിടെ പീഡനം ഉണ്ടാവില്ല എന്നാണോ? അല്ല, ഏത് പ്രയാസങ്ങൾക്കും ഏത് പീഡനങ്ങൾക്കും ഇടയിൽ അവർ വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, പെരുന്നാളിന് ഒരു സന്തോഷം ഇല്ലാന്ന്. പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ല, പെരുന്നാളിന് പടക്കം പൊടിച്ചിട്ടില്ലല്ലോ, പെരുന്നാളിന് ആരും ഇപ്രാവശ്യം ഞങ്ങളെ വീട്ടിൽ ഒരു സന്തോഷമില്ല. എന്താ വെച്ചാൽ വാപ്പാക്ക് അതിന്റെ മുമ്പത്തെ ആഴ്ച അറ്റാക്കായി, വാപ്പപ്പോഴും ICU പോന്നിട്ടില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പെരുന്നാളിന്റെ സന്തോഷം എന്നത് എന്താണ്? വാപ്പ ICUലായ ഇല്ലാതാവുന്നതാണോ പെരുന്നാളിന്റെ സന്തോഷം? എന്താണ് പെരുന്നാള്? അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ ഹിദായത്തിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചെയ്യാനുള്ളതാണ് പെരുന്നാള്. അതാണ് പെരുന്നാള്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ളതാണ്. എങ്ങനെ സന്തോഷിക്കേണ്ടത്? പടക്കം പൊട്ടിച്ചിട്ടല്ല, തക്ബീർ ചൊല്ലിയിട്ടാണ്. നിങ്ങളെ വാപ്പ ICUലായാല് നിങ്ങൾക്ക് തക്ബീർ ചൊല്ലാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? സന്തോഷം ഉണ്ടാവുള്ളൂ. ICUവിന്റെ മുന്നിൽ കുത്തുന്നത് തക്ബീറാ. ഈ വാട്സപ്പ് കാണുന്ന യൂട്യൂബ് കാണുന്നേക്കാൾ മൂടുണ്ടാകുക തക്ബീർ ചെല്ലാനുണ്ടാകുക. അതാണ് പെരുന്നാളിന്റെ സന്തോഷം. അത് വാപ്പ ICUലായാലും ഇമ്മ ICUലായാലും വാപ്പ മരിച്ചാലും മകൻ മരിച്ചാലും തീരുന്നതല്ല, പോകുന്നതല്ല പെരുന്നാളിന്റെ യഥാർത്ഥ സന്തോഷം. അത് കൂടുന്നതാണ്, അത് തക്ബീറിൽ ചെല്ലുന്നതാണ്, അത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ്. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തി സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, ഫർള് നമസ്കാരങ്ങളിലൂടെ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്ന ആ വലിയ സന്തോഷവും സുഖവുമാണ് ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ നേടാനുള്ളത്.